ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ LDCയുടെ മാതൃകയിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ആൻസർ ചെയ്ത് പോവുക. ലാസ്റ്റ് മാർക്ക് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2022 ബൂംബർഗ് ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികയായ വനിതയാര്? 2022 ബൂംബർഗ് ശതകോടീശ്വരന്മാരുടെ പട്ടിക പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികയായ വനിതയാര്? രോഷ്നി നദാർ മൽഹോത്ര, സാവിത്രി ജിൻഡൽ, കിരൺ മജൂംദാർ ഷാ, രാധ വേമ്പു. ആൻസർ സാവിത്രി ജിൻഡൽ. അടുത്ത ക്വസ്റ്റ്യൻ. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ കിരീടം നേടിയത്? റോജർ ഫെഡറർ, നൊവാക് ജോക്കോവിച്ച്, റാഫേൽ നദാൽ, ദിമിത്രി ഇവാനോവിച്ച്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ കിരീടം നേടിയത് റാഫേൽ നദാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപ്പുൽപാദന മേഖലയിലെ തൊഴിലാളികൾക്ക് സ്ഥിരം വരുമാനം ഉറപ്പാക്കാൻ നെയ്തൽ ഉപ്പ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? ഉപ്പ് ഉൽപാദന മേഖലയിലെ തൊഴിലാളികൾക്ക് സ്ഥിരം വരുമാനം ഉറപ്പാക്കാൻ നെയ്തൽ ഉപ്പ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? തമിഴ്നാട്, കർണാടക, ഗോവ, തെലങ്കാന. ആൻസർ തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തുടനീളമുള്ള 750 ഗ്രാമീണ പെൺകുട്ടികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ISROയുടെ ആദ്യ SSLV വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? രാജ്യത്തുടനീളമുള്ള 750 ഗ്രാമീണ പെൺകുട്ടികൾ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ISROയുടെ ആദ്യ SSLV വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ലക്ഷ്മി സാറ്റ്, ഇന്ദിര സാറ്റ്, നിയോ സാറ്റ്, ആസാദി സാറ്റ്. ആൻസർ ഈസ് ആസാദി സാറ്റ്. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം? ഇൻഡോർ, വിശാഖപട്ടണം, ലക്നൗ, മീററ്റ്. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം വിശാഖപട്ടണം. അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ യന്ത്രവൽകൃത ശുചിത്വ പദ്ധതി ഏത്? അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കും വൃത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ യന്ത്രവൽകൃത ശുചിത്വ പദ്ധതി ഏത്? നമസ്തേ. ആൻസർ നമസ്തേ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ. പത്മശ്രീ കരസേനയുടെ പരമ വിശിഷ്ട സേവാ മെഡലും ഒരുമിച്ച് നേടിയ പത്മശ്രീയും കരസേനയുടെ പരമവിശിഷ്ട സേവാ മെഡലും ഒരുമിച്ച് നേടിയ വ്യക്തി ഏത്? പത്മശ്രീയും കരസേനയുടെ പരമവിശിഷ്ട സേവാ മെഡലും ഒരുമിച്ച് നേടിയ വ്യക്തി ഏത്? നീരജ് ചോപ്ര, സച്ചിൻ ടെണ്ടുൽക്കർ, PV സിന്ധു, MS ധോണി. ആൻസർ നീരജ് ചോപ്ര. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാര്? പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാര്? അമ്മു സ്വാമിനാഥൻ, KR ഗൗരിയമ്മ, ലക്ഷ്മി N മേനോൻ, തോട്ടയ്ക്കാട്ട്, മാധവി അമ്മ. ആൻസർ അമ്മു സ്വാമിനാഥൻ. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. 1987 കലാപത്തിലെ സ്ഥലങ്ങളും പ്രധാന നേതാക്കന്മാരെയും ചേരുംപടി ചേർക്കുക. ലക്നൗ, ജഗദീഷ്പൂർ, അലഹബാദ്, ലിയാഖത്ത് അലി, കൻവർ സിംഗ്, ബീഗം ഹസ്രത് മഹൽ. ഇപ്പൊ ലക്നൌല് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. അപ്പോൾ 1 C ആണ്. ജഗദീഷ്പൂരിൽ കൻവർ സിംഗ് B, അലഹബാദിൽ ലിയാഖത്ത് അലി. അപ്പോൾ A. 1 C 2 B 3 A. 1 C 2 B 3 A. ആൻസർ ഈ C. അടുത്തത്. ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം എത്ര? 973/1000, 943/1000, 953/1000, 963/1000. ആൻസർ 943/1000. അടുത്തത്. ഇൻഫ്രാറെഡ് കിരണങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. TV റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നു. ശരീരത്തിൽ വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന കിരണങ്ങൾ. ആൻസർ ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ D ആണ്. ശരീരത്തിൽ വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന കിരണങ്ങൾ അൾട്രാവയലറ്റ് ആണ്. ഏത് സമ്മേളനത്തിലാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സർവമത സമ്മേളനം, അരുവിപ്പുറം ക്ഷേത്രയോഗം, കാഞ്ചീപുരം സർവമത സമ്മേളനം, തലശ്ശേരി ക്ഷേത്രയോഗം.
ആൻസർ ആലുവ സർവമത സമ്മേളനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ. സോറിയാസിസ്, മെലനോമ, എക്സിമ, കാൻഡിഡയാസിസ്. ആൻസർ ഇതെല്ലാമാണ്. ഇവയെല്ലാം സോറിയാസിസ്, മെലനോമ, എക്സിമ, കാൻഡിഡിയാസിസ് എല്ലാം ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മടവൂർ പാറ ഗുഹക്ഷേത്രം, മണിമലക്കുന്ന് കൊട്ടാരം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മടവൂർ പാറ ഗുഹക്ഷേത്രം, മണിമലക്കുന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്. ആൻസർ തിരുവനന്തപുരം. സംസ്ഥാനങ്ങളുടെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നതാര്? മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഗവർണർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സംസ്ഥാനങ്ങളുടെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണർ. സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആര്? സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആര്? രാജാറാം മോഹൻ റോയ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. ആൻസർ സ്വാമി വിവേകാനന്ദൻ. ചേരുംപടി ചേർക്കുക. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ. പേരൂർക്കട, മട്ടാഞ്ചേരി, കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ ആണ്, പേരൂർക്കടയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. ദെൻ കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ആൻസർ എ. നെക്സ്റ്റ് വൺ, ചാലക്കുടി പുഴയുടെ പതനസ്ഥാനം ഏത്? അറബിക്കടൽ, ഉപ്പളക്കായൽ, കൊടുങ്ങല്ലൂർ കായൽ, ബംഗാൾ ഉൾക്കടൽ. ആൻസർ കൊടുങ്ങല്ലൂർ കായൽ. ചുവടെ തന്നിരിക്കുന്ന തൈക്കേട് അയ്യയുടെ കൃതികൾ ഏതെല്ലാം? ബ്രഹ്മോത്തരകാന്ഡം, ഉള്ളൂർ അമരാന്ത ഗുഹൻ, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലൈ. ചുവടെ തന്നിരിക്കുന്ന തൈക്കേട് അയ്യയുടെ കൃതികൾ. ബ്രഹ്മോത്തരകാന്ഡം ഉണ്ട്, ഉള്ളൂർ അമരാനന്ദ ഗുഹനുണ്ട്, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമല എല്ലാം ഉണ്ട്. ഇവയെല്ലാം തൈക്കേട് അയ്യയുടെ കൃതികളാണ്. പാസ്കൽ നിയമം പ്രവർത്തന തത്വമാക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? ഫ്ലഷ് ടാങ്ക്, ഹൈഡ്രോഫോൺ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്. പാസ്കൽ നിയമം പ്രവർത്തന തത്വമാക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? ഫ്ലഷ് ടാങ്ക് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്. 1, 3, 4. ആൻസർ ബി ആണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ലൂണി നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ലൂണി നദി ഉത്ഭവിക്കുന്നത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. സാഗർ മതി എന്നറിയപ്പെടുന്ന നദി. ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവയെല്ലാം ലൂണി നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഈസ് ഡി. ചേരുംപടി ചേർക്കുക. ദക്ഷിണ വാരണാസി, ദക്ഷിണ കാശി, ദക്ഷിണ ദ്വാരക. ഇതിനകത്തുള്ളത് തിരുനെല്ലി ക്ഷേത്രം, കൊട്ടിയൂർ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂറാണ്. ദക്ഷിണ കാശി തിരുനെല്ലി, ദക്ഷിണ ദ്വാരക ഗുരുവായൂർ. അപ്പോൾ ദക്ഷിണ ആൻസർ 1 ബി, 2 എ, 3 സി. ആൻസർ ഈസ് ബി. ഓക്കെ. അപ്പോൾ ദക്ഷിണ വാരണാസി ഏതാണ്? കൊട്ടിയൂർ. ദക്ഷിണ കാശി തിരുനെല്ലി, ദക്ഷിണ ദ്വാരക ഗുരുവായൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ രാഷ്ട്രപതി നിയമിക്കുന്നവർ ആരെല്ലാം? ധനകാര്യ കമ്മീഷണർ, ഹൈക്കോടതി ജഡ്ജിമാർ, അറ്റോർണി ജനറൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇതിനകത്ത് ആരെയൊക്കെയാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്? ധനകാര്യ കമ്മീഷണർ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, അറ്റോർണി ജനറൽ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന രാഷ്ട്രപതി. അപ്പോൾ ഇവയെല്ലാം ആൻസർ ഈസ് ഡി. ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1789 ജൂൺ 20 നടന്ന സംഭവം ഏത്? ബാസ്റ്റൻ ജയിലിന്റെ പതനം, ഒക്ടോബർ വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫെബ്രുവരി വിപ്ലവം. ആൻസർ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. 1789 ജൂൺ 20. വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നു. മുടിചൂടും പെരുമാൾ, സമ്പൂർണ്ണ ദേവൻ എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതിനകത്ത് തെറ്റായത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പഥികൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ എ ആണ് വരിക. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി മുടിചൂടും പെരുമാൾ, സമ്പൂർണ്ണ ദേവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി, സമപന്തി ഭോജനം, ഇതെല്ലാം ശരിയാണ്. അടുത്തത്, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതാര്? ഹെൻറിച്ച് ഹെഡ്സ്, അഗസ്റ്റിൻ ഫ്രെനൽ, ക്രിസ്റ്റ്യൻ ഹൈജൻസ്, ലിയോൺ ഫുക്കാട്ട്. ആൻസർ ലിയോൺ ഫുക്കാട്ട് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത്. ആരാണ്? ലിയോൺ ഫുക്കാട്ട്. ആൻസർ
ലിയോൺ ഫുക്കോയുടെ ഡി ആണ്. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും ജില്ല തിരിച്ചറിയുക. 1972 ജനുവരി 26 രൂപീകൃതമായി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിലെ ജില്ല. കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. കോഴിക്കോട്, ഇടുക്കി, കാസർഗോഡ്, വയനാട്. ആൻസർ ബി ആണ്, ഇടുക്കിയാണ് ആൻസർ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ജർമ്മൻ സിൽവറിന്റെ ഘടകലോകം അല്ലാത്തത് ഏത്? സിലിക്കൺ, സിങ്ക്, നിക്കൽ, ചെമ്പ്. ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞാൽ സിങ്ക്, നിക്കൽ, ചെമ്പ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അലോയിയാണ് ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് സിങ്ക്, നിക്കൽ, ചെമ്പ് ഇതെല്ലാം കൂടി ചേർന്ന അലോയിയാണ് ജർമ്മൻ സിൽവർ. ഇതിനകത്ത് ഇല്ലാത്തത് സിലിക്കൺ ആണ്. സതിഹിത ബോധിനി, വിവേകവർധിനി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? EV രാമസ്വാമി നായ്ക്കർ, ജ്യോതിറാവു ഫുലെ, വീരേശലിംഗം പന്തലു, ആത്മാറാം പാണ്ഡുരംഗ്. സതിഹിത ബോധിനി, വിവേകവർധിനി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? വീരേശലിംഗം പന്തലു. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി. ശുചീന്ദ്രൻ കൈതമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, ആയില്യം തിരുനാൾ. ആൻസർ സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹങ്ങളും അയിരുകളും ശരിയായ ജോഡി ഏത്? മാംഗനീസ് പൈറലോസൈറ്റ്, ലിഥിയം പെറ്റാലൈറ്റ്, ടിൻ ഫെൽസ്പാർ. അപ്പോൾ ആൻസർ മാംഗനീസ് പൈറലോസൈറ്റ് ശരിയാണ്, ലിഥിയം പെറ്റാലൈറ്റ് ശരിയാണ്, അതുപോലെ തന്നെ ലിഥിയത്തിനാണ് ലെപ്പിഡോലൈറ്റ്. ഇത് ലിഥിയത്തിന്റെ അയിരാണ്. അപ്പോൾ ആൻസർ 1ഉം 2ഉം ആണ്. ആൻസർ ഈസ് എ. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 63, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 79. അതിനകത്ത് ചേർക്കാനുള്ളത് അറ്റോർണി ജനറൽ, ഉപരാഷ്ട്രപതി, പാർലമെന്റ്. ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെ കുറിച്ചുള്ളതാണ്. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ എ ആണ്. അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 79 പാർലമെന്റ് സി ആണ്. അപ്പോൾ 1 ആൻസർ ബി, 1 ബി, 2 എ, 3 സി. ആൻസർ ഈസ് ബി. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന രോഗം ഏത്? ടെക്സ്ട്രോകാർഡിയ, അതിറോസ്ക്ലിറോസിസ്, റുമാറ്റിക് ഫീവർ, ത്രോംബോസിസ്. ആൻസർ റുമാറ്റിക് ഫീവർ. ചുവടെ തന്നിരിക്കുന്നതിൽ കെ കരുണാകരനുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. കെ കരുണാകരനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഏറ്റവും കൂടുതൽ തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി. ആൻസർ ഇവയെല്ലാം ശരിയാണ്. ആൻസർ ഈസ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ചേരുംപടി ചേർക്കാനുള്ളതാണ്. വൈസ് പ്രസിഡന്റ്, ഫെഡറൽ സംവിധാനം, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അമേരിക്ക, കാനഡ, അയർലൻഡ്. വൈസ് പ്രസിഡന്റ് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ എ ആണ് വൈസ് പ്രസിഡന്റ് എ. ഫെഡറൽ സംവിധാനം കാനഡ ബി. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അപ്പോൾ എ ബി സി വരും. എ ബി സി വരുന്നത് ആൻസർ എ. കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടു കിടക്കുന്ന പർവ്വതനിര ഏത്? പീർപഞ്ചൽ, ഹിമാലയം, ഹിന്ദുക്കുഷ്, സസ്കർ. ആൻസർ ഹിന്ദുക്കുഷ്. ചേരുംപടി ചേർക്കുക. ആസ്ബറ്റോസ്, ബ്ലീച്ചിങ് പൗഡർ, കുമ്മായം. കാൽസ്യം മഗ്നീഷ്യം സിലിക്കേറ്റ്, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ആസ്ബറ്റോസ് കാൽസ്യം മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. ആസ്ബറ്റോസ് എ വരും. ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ബി വരും. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി വരും. ആൻസർ ഈസ് എ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേരുംപടി ചേർക്കാനുള്ളതാണ്. മരുതം, പാലൈ, നെയ്തൽ. കൃഷിഭൂമി, തീരപ്രദേശം, വരണ്ട പ്രദേശം. മരുതം എന്ന് പറയുന്നത് കൃഷിഭൂമിയാണ്. അപ്പോൾ എ. പാലൈ സി ആണ് വരണ്ട പ്രദേശം. നെയ്തൽ തീരപ്രദേശം. ആൻസർ എ സി ബി വരും. എ സി ബി. ആൻസർ ഈസ് ഡി. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ബി എൻ റാവു, എച്ച് സി മുഖർജി, എൻ മാധവറാവു. ആൻസർ എച്ച് സി മുഖർജി ആയിരുന്നു. എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാര്യമായിരുന്നു ഉപാധ്യക്ഷന്മാർ. എച്ച് സി മുഖർജി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു. ബേബി ദുർഗ, കമല രത്നം, ബേബി രേവതി, സുഭാഷിണി. ആൻസർ കമല രത്നം. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? ജിസാറ്റ് 7, കാർട്ടോസാറ്റ് 1, റിസാറ്റ് 1, ജിസാറ്റ് 12. ആൻസർ റിസാറ്റ് 1. അടുത്തത്, കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ, വേലുക്കുട്ടി അരയൻ, പണ്ഡിറ്റ് കറുപ്പൻ, വാഗ്ഭടാനന്ദൻ. സഹോദരൻ അയ്യപ്പൻ.
തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും സംസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിയുക. ബ്രഹ്മശ്രീ ദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം. ഏറ്റവും അധികം ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ആൻസർ ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? കസ്തൂർബ ഗാന്ധി, മദർ തെരേസ, സരോജിനി നായിഡു, ആനി ബെസന്റ്. ഫെബ്രുവരി 13 ഇന്ത്യയിലെ വനിതാ ദിനം. ഇത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. ആധുനിക അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജോസഫ് ലിസ്റ്റോ, സെൽമാൻ വാക്മാൻ, ആൽബർട്ട് ബ്രൂസ് സാമ്പിൻ, ആൻഡ്രിയസ് വെസേലിയസ്. ആധുനിക അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ആധുനിക അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൻഡ്രിയസ് വെസേലിയസ് ആണ്. ആൻഡ്രിയസ് വെസേലിയസ് എന്നാണ് ആൻസർ. അടുത്തത് പൊറാട്ട് നാടകം എന്ന കലാരൂപം നിലനിൽക്കുന്ന ജില്ല ഏത്? തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ. ആൻസർ പൊറാട്ട് നാടകം പാലക്കാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് ഏതാണ്? HDFC ബാങ്ക്, SBI, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ആൻസർ കാനറ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗയെ ദേശീയ നദിയായി അംഗീകരിച്ചത് 2008 നവംബർ 4 ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്നത് 1982 ഇതിനകത്ത് തെറ്റാണ്. 1982 അല്ല, 85 അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം. ആൻസർ എ. ഒരു നിരോക്സികാരി കൂടിയായ ജീവകം ഏത്? ജീവകം B1, ജീവകം E, ജീവകം C, ജീവകം D. ആൻസർ ജീവകം E. കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് 1956 ഓഗസ്റ്റ് 15 കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരായിരുന്നു. ആൻസർ ഇതെല്ലാം ശരിയാണ്. 1956 ഓഗസ്റ്റ് 15 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ആദ്യ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രസിഡന്റ് സർദാർ KM പണിക്കരായിരുന്നു. ഇതെല്ലാം ശരിയാണ്. ആൻസർ ഇവയെല്ലാം. അപ്പോൾ അതിനകത്തൊരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഒരു 38 കട്ട് ഓഫിൽ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ടെസ്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.